PDF ഇട്ട് തരാം. ഞാനൊന്ന് PDF എടുത്തോട്ടെ. PDF ഇട്ടിട്ട് ഐ വിൽ ഗിവ് യു. അവർ പറയുന്നത് ഷീ ബുക്ക്ഡ് എ റൂം, ഹി വെന്റ് ദേർ, ദെൻ ഹി റേപ്ഡ് ഹർ. 2024 January. Date I think it is 24/1. How can you say it's an offense? You're a young man. A lady calls you to your room. Police can give so many things. Police പറയുന്നതാണ് നിയമമെങ്കിൽ പിന്നെ എത്രയോ പേര് ജയിലിൽ കിടക്കണം. ശശിശങ്കറെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. മറ്റേ റിപ്പോർട്ട് രാഹുലിന്റെ അറസ്റ്റ് ഇനി വരുന്നുണ്ടോ? ഓ, ദാറ്റ് ഈസ് അണ്ടർ, അത് എംബ്രിയോയിലാണല്ലേ? ഓക്കെ റൈറ്റ്, താങ്ക് യു. റൈറ്റ്, ഓക്കെ. പറഞ്ഞോളാം. ഓക്കെ. എന്താ പറഞ്ഞേ? ഇങ്ങനെ ഒരു കേസിനകത്ത് ജാമ്യം കൊടുക്കണമായിരുന്നു എന്നുള്ളതാണോ സാർ പറയുന്നത്? ഏത് കേസിനകത്ത്? അറസ്റ്റ് എന്തിനാ? Why should a person be arrested if he is available for interrogation? ഒളിവിൽ പോയെന്ന് ആരാ പറഞ്ഞേ? When a person files an anticipatory bail application before the High Court, what does it mean? It means you are subjecting yourself to the custody of the court. ആണോ അല്ലേ? Then how can you say that അയാൾ ഒളിവിൽ പോയെന്ന്? ഞാൻ കോടതിയിലൊരു എന്നെ കള്ള പരാതിയുടെ പേരിൽ എന്നെ പോലീസ് പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. കോടതി പറയുന്ന ഏത് നിർദ്ദേശത്തിലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഞാൻ കോടതിയിലൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു സേ ദാറ്റ് ഐ ആം അബ്സ്കോണ്ടിങ്? അതെങ്ങനെ ശരിയാവുക? നോട്ട് അബ്സ്കോണ്ടിങ്. അതൊക്കെ നമ്മൾ നമ്മൾ കോയിൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളല്ലേ. ഇറ്റ്സ് നോട്ട് അബ്സ്കോണ്ടിങ്. ഈസ് എ പേഴ്സൺ ഹു ഈസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോർട്ട്. കാനാന്നറിയോ? When you file an application for anticipatory bail, even the court can pass an order directing you to appear. പറ്റൂലേ? ഏതിന്റെയാ? അതെന്നെ അങ്ങനെ ചോദിച്ചേ? ബിക്കോസ് വാട്ട് ഹാപ്പൻ ഇൻ ട്രിവാൻഡ്രം അല്ലേ? അത് നിങ്ങളെ പേടിച്ചല്ലേ ചെയ്തത്? ഏതാ? എങ്ങനെ സഹകരിക്കണമെന്ന് പറയുന്നത്? അതെങ്ങനെ? ഇന്നിപ്പോ റിമാൻഡ് റിപ്പോർട്ടിനോടൊപ്പം പുള്ളിയൊക്കെ മെഡിക്കൽ എക്സാമിനേഷൻ കൊണ്ടുപോയി പൊട്ടൻസി ടെസ്റ്റ് നടത്തി. അപ്പം പുള്ളി സമ്മതിക്കാതെ പുള്ളിയുടെ പൊട്ടൻസി ടെസ്റ്റ് നടത്താൻ പറ്റുമോ? അതെ, അത് ചെയ്തില്ലേ? അപ്പം പിന്നെ എങ്ങനെ സഹകരിച്ചില്ലെന്ന് പറയും? പൊട്ടൻസി ടെസ്റ്റ് നടത്തിയില്ലേ? കൊടുത്തു. ടുമോറോ ഇറ്റ് വിൽ കം അപ്പ് ടുമോറോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പ്ലീസ്. നാളെ ജാമ്യാപേക്ഷ നൽകുമെന്നാണ്. She booked a room, she went there and he raped her. Wow, അരെ വാ. നാളെ ഇത് നാളെ കോടതിയിൽ കാണാൻ പോകുന്നതിന്റെ ട്രെയിലർ അതാണ് ശാസ്തമംഗലം അജിത്ത് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എന്നുള്ളതാ. എന്തൊക്കെയാ തലക്കെട്ടുകൾ, എന്തൊക്കെയാ വാർത്തകൾ, എവിടെയൊക്കെയാ കാര്യങ്ങൾ, എങ്ങോട്ടൊക്കെയാ കാര്യങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്? ബലാത്സംഗം, പീഡനം, മുഖത്ത് തുപ്പല്, അടിക്കല്, ക്രൂരത, മണ്ണാങ്കട്ട, തേങ്ങത്തൊലി എല്ലാം നാളെ കോടതിയിൽ തകർന്നു വീഴുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ആദ്യ ഒരു ട്രെയിലറാണ് നിങ്ങൾ കണ്ടത്. ഷീ ബുക്ക്ഡ് എ റൂം, ഷീ വെന്റ് ദേർ ആൻഡ് ഹി റേപ്ഡ് ഹർ. ഹൗ? അതെങ്ങനെയാണോ സാധ്യമാകുന്നത്? ഹോട്ടൽ മുറി ബുക്ക് ചെയ്തത്, അവിടെ പോയത് ഒക്കെ ആരാണ്? ഞാൻ പറയുന്നതല്ല, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാ. റിമാൻഡ് റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് ആരാ പറയുന്നത്? രാഹുലിന്റെ അഭിഭാഷകനാ. അതോടെ ഇതും മൂഞ്ചി. അപ്പൊ വെറുതെയല്ല പരാതി പുറത്തു വിടാതെ പൂട്ടിപ്പിടിച്ചതും കൂട്ടിപ്പിടിച്ചതും രഹസ്യമാക്കി വെച്ചതും ഒക്കെ വെറുതെയല്ല. കാരണം ഈ പരാതിയും ഒരു ചുക്കും രാഹുലിന് ചെയ്യാൻ കഴിയില്ല. ശരിയാണ്, രാഹുലിനെ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് അകത്തിടാൻ കഴിയുമായിരിക്കാം. അത് കോടതിയിൽ ഈ പറയുന്ന വാദങ്ങളൊക്കെ നിരത്തും. അപ്പോൾ അതിന് മറുവാദങ്ങൾ ഉണ്ടാവും, കോടതി ഒരു സമയം വരും. ഇതൊക്കെ സ്വാഭാവികമായ നടപടിക്രമം. അത്ര ദിവസം രാഹുലിനെ ഒരു ജയിലിലിടാൻ കഴിയുമായിരിക്കും എന്നതിനപ്പുറത്തേക്ക്
അയാൾ കുറ്റക്കാരനാണ്, അയാൾ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, ക്രൂരമായി ആക്രമിച്ചു എന്നൊന്നും പറയുന്നതിലേക്ക് എത്തിക്കുന്നതിനുള്ള യാതൊന്നുമില്ല എന്നുള്ളതാ. അതത്രേ ഉള്ളൂ. താൽക്കാലികം രാഹുലിനെ ഒന്ന് വീഴ്ത്താൻ നിങ്ങൾക്ക് സാധിച്ചു, അത്രമാത്രം. രാഹുൽ ഒന്ന് ജയിലിൽ പോയി, ഒരു വ്യാജ പരാതിയിന്മേൽ രാഹുൽ ജയിലിൽ പോയി, അങ്ങനെയുള്ളൂ. അത് അയാളുടെ എന്തോ തലവിധി അല്ലെങ്കിൽ തലയിലെഴുത്ത്, അയാളുടെ സമയദോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാൾക്ക് അങ്ങനെ ഒരു സമയം, അയാളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമയമുണ്ട് എന്ന് കരുതുക. അതിനപ്പുറത്തേക്കൊന്നുമില്ല. സംഭവം വക്കീൽ പ്രത്യക്ഷപ്പെടുന്നത് വരെ സ്വാഭാവികമായിട്ടും രാവിലെ കണ്ട തലക്കെട്ടുകളും രാവിലെ വന്ന വാർത്തകളും ഒക്കെ കാണുമ്പോൾ ഒരു കടുക് മണിയോളമുള്ള ആശങ്ക മനസ്സിലുണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വക്കീൽ രംഗത്ത് വന്നതോടുകൂടി, റിമാൻഡ് റിപ്പോർട്ടിൽ ഇതാണ് പറയുന്നത് എന്ന് വക്കീൽ ഉദ്ധരിക്കുന്നതോടുകൂടി, ആൻഡ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി അയാൾ ജുഡീഷ്യറിക്ക് മുമ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തിടുക്കപ്പെട്ട അറസ്റ്റ് എന്നുള്ളതാ. ഇപ്പൊ പുറത്തേക്ക് വരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്. നിർദ്ദേശം നൽകിയത് തൈക്കണ്ടി വിജയനാണ് എന്നുള്ളത്. എന്താ കാര്യം? തൈക്കണ്ടി വിജയന് അറിയാം ഇനി 1-2 മാസമാണ് തൻ്റെ മുന്നിലുള്ളത്. ഈ കസേരയിൽ ഇരിക്കാനുള്ള സമയം എന്ന് പറയുന്നത് അതാണ്. അപ്പം അതിനു മുമ്പ്, താൻ അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇവനെ ഒന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ള ആത്മസംതൃപ്തിയിൽ തനിക്ക് ഇറങ്ങാൻ കഴിയണമെന്നുള്ള ഒരു കണക്കുകൂട്ടലിന് പുറത്താണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, രാഹുലിനെ റിമാൻഡ് ചെയ്തു, 14 ദിവസത്തേക്ക് റിമാൻഡ്, ഇനി ജയിലിൽ എന്നൊക്കെ. നാളെ ഇത് കാര്യങ്ങൾ വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. പോലീസ് കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി, വൈദ്യപരിശോധന നടത്തി, പൊട്ടൻഷ്യൽ ടെസ്റ്റ് നടത്തി, ഒക്കെ നടത്തിയിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി, അവിടുന്ന് റിമാൻഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. വക്കീല് നാളെയാണ് കളത്തിലിറങ്ങുന്നത്. നാളെ കോടതിയിൽ വക്കീൽ കളത്തിലിറങ്ങും. അവിടെ വെച്ച് നമുക്ക് ബാക്കിയുള്ളത് കാണാം. ഇപ്പൊ നിങ്ങൾ കേട്ടത് എന്താണെങ്കിലും ട്രെയിലറാണ് മക്കളെ. പിക്ചർ അഭി ഭി ബാക്കി ഹൈ. She booked a room, she went there and he raped. വാ, അരെ വാ, അരെ വാ, വാട്ട് ആൻ ഐഡിയ സർജി. ആരാണ് പരാതി എഴുതിയതെന്ന് അറിയില്ല. ഇനി അതല്ല, റിമാൻഡ് റിപ്പോർട്ടും ആരാണ് എഴുതിയതെന്ന് അറിയില്ല. എന്താണെങ്കിലും സംഭവം കൊള്ളാം. ബാക്കിയൊക്കെ വക്കീൽ നാളെ കോടതിക്ക് മുന്നിൽ പറഞ്ഞോളും, പറയാനുള്ളതൊക്കെ. അത് വക്കീലിൻ്റെ കയ്യിൽ അതിനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കേസും മുഞ്ചി 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 നല്ല സുഖമുണ്ട് ഇപ്പോൾ ഇത് കേൾക്കാൻ. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഈ ശാസ്തമംഗലം അജിത്ത്, രാഹുലിൻ്റെ അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത്തിൻ്റെ ആ വാക്കുകൾ ഇങ്ങനെ 1-2 തവണ അതിലേറെ തവണ ഞാനത് ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ കാര്യം? അതിൽ ചിലതൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ പരാതി ഇത്ര രഹസ്യമാക്കി കൊണ്ടു നടന്നതെന്നും, മൊഴിയൊക്കെ ഭയങ്കര രഹസ്യമാകാനും, ഈ പരാതി എവിടെ നിന്ന് വന്നു എന്നും, ഇതിൻ്റെ പിന്നിലെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആ അഭിഭാഷകൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാളെ കോടതിയിലേക്ക് എത്തുമ്പോൾ ഇതും മുഞ്ചും. അങ്ങനെ അടപടലം മുഞ്ചി. ഏതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ഈ ആദ്യ പരാതിയിൽ രാഹുലിന് ജാമ്യം നിഷേധിച്ചപ്പോൾ പടക്കം പൊട്ടിക്കൽ, ലഡു വിതരണം ചെയ്യൽ, മധുരം വിതരണം ചെയ്യലൊക്കെ നമ്മൾ കണ്ടതാ. അത് അരമണിക്കൂറേ അത് ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇതും അരമണിക്കൂറിന് മാത്രമേ നിങ്ങൾക്കുള്ളൂ. നാളെ നേരം വെളുത്ത് കോടതി തുറന്നു കഴിയുമ്പോൾ ഈ കേസിൻ്റെ ഗതി തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ തലക്കെട്ടുകളിൽ വരുന്നത് ഒന്നുമല്ല കാര്യം. കോടതിയിലെത്തുമ്പോൾ ഇങ്ങനെ നിയമം അറിയുന്ന അഭിഭാഷകർ മണിയായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവിടെ എല്ലാം തകർന്ന് വീഴുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ ഇതിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ ഇത് മുൻകൂട്ടി ഈ പരാതി ഉണ്ടാക്കിയവർ അല്ലെങ്കിൽ പരാതി കയ്യിൽ കിട്ടിയവർ, ഇതിന് പിന്നിൽ കളിച്ചവർ
അവരൊക്കെ ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതുകൊണ്ടാണ് ഈ പരാതി ഭയങ്കര രഹസ്യം. ശനിയാഴ്ച രാത്രി ഇത് പ്രൊസീഡ് ചെയ്യുന്നു, രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഞായറാഴ്ച ഒരു ദിവസം കോടതി അവധിയാണ്. പിന്നെയുള്ളത് മജിസ്ട്രേറ്റിന് മുന്നിൽ വസതിയിലെത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ഈ പറയുന്ന വാദങ്ങളും പ്രതിവാദങ്ങളൊന്നും നടക്കൂല. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു റിമാൻഡിലേക്കാണ് കാര്യങ്ങൾ പോവുക. പിന്നെ അടുത്ത ദിവസം കോടതി ഓപ്പൺ ആകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ സമർത്ഥിച്ചിട്ട് വേണം പിന്നെ കാര്യങ്ങൾ നീക്കാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാൻ സമയമുണ്ട്, പക്ഷേ ആ ആഘോഷത്തിന് വലിയ ആയുസില്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. തലക്കെട്ട് കൊടുക്കുന്നവരും സ്റ്റോറി ഉണ്ടാക്കുന്നവരും എഴുതുന്നവരും കുത്തുന്നവരും ഒക്കെ അതൊക്കെ നന്നായിട്ടൊന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം തിരിച്ചടി വരുമ്പോൾ അവിടെ എന്ത് നിങ്ങൾക്ക് പറയാനുണ്ടാകുമെന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കുക. ഇവിടെ പരാതി വന്നിരിക്കുന്നത് വിദേശത്ത് നിന്ന് ഇമെയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന തൈക്കണ്ടി വിജയൻ എന്ന മരക്കിഴവൻ്റെ കയ്യിൽ ഒരു ചലച്ചിത്ര പ്രവർത്തക ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതി കട്ടിലിനടിയിൽ കൊണ്ടുപോയി വെച്ച പിണറായി വിജയനും ഇമെയിലിൽ വന്ന പരാതി അറസ്റ്റിലേക്ക് എത്തിച്ച പിണറായി വിജയൻ്റെയും ഉള്ളെന്താണ് എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമാവുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അത് പിണറായി വിജയനും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പിണറായി വിജയന് നിലനിൽപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അറസ്റ്റ് ഉണ്ടായേ മതിയാകൂ എന്നുള്ളതാണ്. പിന്നെ ആരൊക്കെയോ അവിടെയൊക്കെയോ കേൾക്കുന്നുണ്ട് പലതും. പറയുന്നവർ പറയട്ടെ. കേസ് കോടതിയിലെത്തുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ട്രെയിലർ എന്ന് വേണമെങ്കിലും പറയണ്ട, ടീസർ എന്ന് വേണമെങ്കിൽ പറഞ്ഞോ. പിക്ചർ അബീബി ബാക്കിയേ. ട്രെയിലർ വരാനുണ്ട്, പിക്ചറും വരാനുണ്ട്, ഫിലിമും റിലീസാവാനുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഞാനിതിൽ കൂടുതലൊന്നും പറയുന്നില്ല, മനസ്സിലായില്ലേ? അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞതായിരിക്കും കുഴപ്പം, ചെയ്തതൊന്നും എവിടെയും ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, BN അസ്കർ പിണറായി വിജയൻ ഭൂലോക തോൽവിയാണ്, വർഗീയവാദിയെ കൂട്ടുപിടിച്ച് നടക്കുകയാണ്, അത് ചോദിക്കാൻ ആളില്ലെന്ന് പറഞ്ഞതിന് അസ്കറിനോട് സഖാക്കൾ പറഞ്ഞത് നീ വായ മൂടുക എന്നാ. അപ്പോൾ വിജയം ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ആ തെമ്മാടിത്തരങ്ങളെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവനെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും അവനെ തിരുത്താനും അവനിക്ക് താക്കീത് നൽകാനും ഒക്കെ ആളുണ്ട്. അതുപോലെ നമ്മളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ നമ്മൾ മാത്രം വലിയ പ്രശ്നക്കാരാകും. ചെയ്തവരും കൂട്ടിയവരും കാട്ടിക്കൂട്ടിയവരും പിന്നിൽ പ്രവർത്തിച്ചവരുമൊക്കെ വലിയ ഹീറോകളായി മാറും. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്താണെങ്കിലും നാളത്തെ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത്. വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്, നമ്മളെയും വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് ഒരു വേട്ടയാടലിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേട്ടയാണ് എന്താണെങ്കിലും ഒരു പുലിവേട്ടയാണ്, നരിവേട്ടയാണ്, സിംഹവേട്ടയാണ് എന്നുള്ളതാണ്. അതല്ലാതെ ക്ലോസറ്റ് അല്ല ഇവർ പൊട്ടിക്കാൻ നോക്കുന്നത്. നല്ല ഒന്നാം തരം പുലിയെ തന്നെയാണ് സഖാക്കൾ വേട്ടയാടാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എവിടെ വരെ എത്തുമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതൊരു പ്രതിരോധം അല്ലെങ്കിൽ ഇതൊരു പതുങ്ങലായിട്ട് നമുക്കിതിനെ കാണാം, ആശ്വസിക്കാം. കോടതിയിലെത്തട്ടെ, പിന്നെ അഭിഭാഷകൻ നോക്കിക്കോളൂ.